നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. ഓടി വായോ. അത് ഞാൻ മൈക്കൊക്കെ വെച്ച് സെറ്റാക്കി എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ റെക്കോർഡ് ഒരുമിച്ച് കഴിഞ്ഞുള്ളൂ വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. അപ്പോൾ ഞാനത് കുത്തിയതിൽ എന്തെങ്കിലും മിസ്സിങ് വന്നിട്ടുള്ളതോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. എനിക്ക് അത് ഞാൻ ഫ്രോസൺ വാങ്ങിച്ചാൽ ഞാൻ ഉണ്ടാക്കിയതല്ല. ചിക്കൻ്റെ മാഗ്നേഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ചിക്കൻ പീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് ഒരു സോസാണ് ഉണ്ടാകേണ്ടത് കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ ചിക്കൻ എങ്ങനെയാണ് മാഗ്നേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കുഞ്ഞ് പീസായിട്ട്, അതായത് ബോൺലെസ് ചിക്കൻ ആയിരിക്കണം വേണ്ടത്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം. പിന്നെ കുറച്ചൊരു മസാലപ്പൊടി വേണം. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോൻ്റെ സോസ് വേണം. ഇത് മസാലയാണ് കേട്ടോ. പിന്നെ നേരത്തെ ഇട്ടത് ഉപ്പാണ്. ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രീസറിലൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് കണ്ട ഇത്ര തൈരേ വേണ്ടു കേട്ടോ. അത്ര ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. ചിക്കൻ്റെ വെള്ളത്തിൽ കൊണ്ട് തന്നെ അങ്ങനെ അതായി കിട്ടിയാൽ മതി. പിന്നെ സോസ് ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ മറന്നു പോയതാണ്. ഫസ്റ്റ് ഒഴിക്കാനായിട്ട് മറന്നു. അപ്പോൾ ആ സോസും കൂടി വേണം കേട്ടോ. സോസ് ഒരു 2 സ്പൂണൊക്കെ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് കൂട്ടും. ഒരു മധുരം വേണ്ട, ഒരു എരിവ് ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റിയാണ്. ഇതുപോലെ അതെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഓയിലാണ് ഒഴിക്കണേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ സെയിൻ അവിടെ കിടന്ന് കരച്ചിലാണ്. പക്ഷേ കുറച്ച് ഇപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് ഇട്ടത് 1 സ്പൂണ് ബട്ടർ ഇട്ടാൽ, 1 സ്പൂണ് ബട്ടർ ഇട്ടു. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് മൈദ ഇട്ടു. അതൊന്ന് ജസ്റ്റ് ചൂടായി വരിക. അപ്പോഴാണ് ആ ഒരു സ്വാദ് നമുക്ക് നന്നായിട്ട് തോന്നുള്ളൂ. അതായി വരുന്ന സമയത്ത് അതിലോട്ട് പാലൊഴിക്കുക കേട്ടോ. നമ്മളുടെ വീട്ടിലെ ആളുകളനുസരിച്ച് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് എത്രത്തോളം ക്രീമി ആയിട്ട് വേണോ, എത്രത്തോളം ഗ്രേവി പോലെ വേണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ആ സോസിന് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ക്വാണ്ടിറ്റി ഒഴിക്കേണ്ടത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടി വന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് പാലിൽ ഒരു 2 സ്പൂണ് മൈദയിട്ട് ചെയ്തതാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് കറക്റ്റായി. അപ്പോൾ അങ്ങനെ വന്നിട്ടിട്ട് ഒന്ന് നല്ലപോലെ പതുക്കെ വളരെ സ്ലോ ആയിട്ടുള്ള ഇതിൽ ചൂടിലിട്ടിട്ട് അതൊന്ന് വരട്ടെടുക്കും. പിന്നെ ചെയ്യേണ്ടത് ഒരു 4 മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ആ ചില്ലി ഫ്ലേക്സ് ഒന്ന് തൂവി കൊടുക്കുക. അതും ഇടയിൽ കടിക്കാനൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവ് വേണ്ട കേട്ടോ, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. എന്നാലും ഇത് ഇങ്ങനെ ഫ്ലേക്സ് ആകുമ്പോൾ കഴിക്കുമ്പോൾ ഒരു നല്ല സ്വാദല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒറിഗാനോൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി കണ്ട, ആ കൺസിസ്റ്റൻസി മനസ്സിലായി. ഇനി ഇരുന്ന് കുറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബൗളിലോട്ട് ഇതെടുത്ത് മാറ്റുക. കാരണം ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഫ്രൈ ഒക്കെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറ്റാൻ പറഞ്ഞത്. ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് വേണ്ട. പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതടുത്ത വീണ്ടും ആ നോൺ സ്റ്റിക്ക് പാൻ കയറ്റി വെച്ചു. അതിനുശേഷം അതിലോട്ട് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഡിഷുകൾക്കൊക്കെ വേറൊരു ടേസ്റ്റായി മാറും. അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിലിനെ നമ്മൾ പറയാത്തത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അത് ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട്. ഇത്ര വെളിച്ചെണ്ണയൊന്നും വേണ്ട. അത് ഫ്രഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഓയിൽ ഒഴിക്കണത്. ഇല്ലെങ്കിൽ ഇത്രയൊന്നും ഓയിൽ വേണ്ടേ. അതൊക്കെ ബാക്കി വരും കേട്ടോ. ഇതെടുത്തു. എന്നിട്ട് നമ്മളത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ നിന്ന് അപ്പം തന്നെ എടുത്തിടരുത്. എനിക്കതൊരു അബദ്ധം പറ്റി. ഞാനത് മറന്നുപോയി അത് എടുത്ത് വെക്കാനായിട്ട് പുറത്തോട്ട്. അപ്പോൾ അത് അപ്പം തന്നെയാണ് ഞാൻ എടുത്ത് പൊട്ടിച്ച് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് വെള്ളം പൊട്ടി തെറിക്കുക അങ്ങനെയുള്ള കുഞ്ഞു സാഹസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് മുൻപ് ഒരു മണിക്കൂർ മുൻപൊക്കെ എടുത്ത് പുറത്തോട്ട് വയ്ക്കാം. അതെടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കവറിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് അങ്ങനെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പൊട്ടിത്തെറിക്കണ. അപ്പോൾ ഇതിലധികം പൊട്ടിത്തെറിക്കുകയായിരുന്നു എൻ്റെ കയ്യിലോട്ട്. കൈ പൊട്ടി ഒരു പരുവായി കൈയുടെ ഉൾഭാഗമൊക്കെ. ഇപ്പോൾ സെയിനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇത് ചെയ്യാനേ പറ്റില്ല. ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ കിടന്ന് മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ ഈ പണിക്ക് ഒന്നും നിൽക്കണ്ട. വേഗം അതൊന്ന് അപ്പം തന്നെ ഉണ്ടാക്കി വറുത്ത് കൊടുത്താൽ മതി. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിയിട്ട് ഫ്രോസൺ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നൊരു ഇൻസ്റ്റയിൽ ഒരു ഇത് കണ്ടതാണ് കേട്ടോ. ഒരു കുട്ടി പറയണതാണ് നമ്മളിപ്പോൾ അമ്മമാർ ഇങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പോൾ ഒരു 5 ആൾക്കാരുള്ള വീട്ടിൽ 4 എണ്ണയുള്ള സാധനങ്ങൾ അമ്മ പറയുന്നത് എനിക്കത് ഇഷ്ടമില്ല, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ
വീട്ടിലുണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഒരാൾ കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ 5 പേർക്കും കഴിക്കാം. പിന്നെ വല്ലതും ഹോട്ടലിൽ പോകണം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടാനായിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് തന്നെയല്ല വീട്ടിലെ അമ്മമാർക്കും നല്ലതാണ്. ആ കുക്കിങ്ങിൽ നിന്നൊക്കെ മോചനം കിട്ടിയിട്ട് നമ്മുടെ പാത്രം ആരും കഴുകാറില്ല, നമ്മൾ തന്നെ കഴുകേണ്ട ആവശ്യമില്ല, വേറെ ആൾ കഴുകി തരും, നമുക്ക് ഫുഡ് മുന്നിലെത്തിക്കും. അതൊക്കെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിട്ടാണ് എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഹസ്ബൻഡിന് അങ്ങനെ പുറത്ത് പോകേണ്ട, നമുക്ക് വീട്ടിലുണ്ടാക്കാലോ സന്തോഷമായിട്ട്. പക്ഷേ നമ്മുടെ കിച്ചണിലെ ജോലികൾ വരുമ്പോൾ നമുക്ക് ചില നേരത്ത് അയ്യോ വയ്യാന്ന് തോന്നണ ഒരു ദേഷ്യമൊക്കെ കൂടി വരും. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അധികമാണ്. അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പോകും. ആ ഒരു സങ്കടം വൈകുന്നേരം ഇതിവിടെ ഇങ്ങനെ ആക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ചാലും മതി. നമ്മളെവിടെയെങ്കിലും മാറിപ്പോവാണെങ്കിൽ മൂടി വയ്ക്കുക. അപ്പോൾ മുകളിൽ നിന്നുള്ള ആ ഒരു ആവി പുറത്തോട്ട് പോകാണ്ട് അത് വേഗം ഫ്രൈ ആവുകയും ചെയ്യും. ഇതാട്ടോ അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വെച്ചാൽ അതിലേക്ക് ഇതുപോലെ നിരത്തുക. എന്നിട്ട് ഇതുപോലെ സോസ് മുകളിൽ അതൊരു സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ. കണ്ടോ ഇരുന്ന് കട്ടിയാവുന്നത്. പക്ഷെ ഇത്രയും കട്ടി വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കും. നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസുമേയൊന്നും ഇങ്ങനെ ഇതായിട്ട് കിടക്കില്ല. വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ അങ്ങനെ ജ്യൂസി ആവും. അങ്ങനെ പാടില്ല. എന്നാൽ കഴിക്കാനായിട്ട് കിട്ടുകയും വേണം. അങ്ങനെ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ. ഇതങ്ങനെ ആ സോസ് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ ആൻഡ് ചില്ലി സോസാണ്. നല്ല ഒരു എരിവല്ല, പക്ഷേ അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ നല്ല സ്വീറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ചിക്കൻ്റെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ സോസ് ഒഴിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് അവർ കാണിക്കണത്. പിന്നെ എല്ലാം കാണാനായിട്ട് ഞാൻ മറ്റേതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് അങ്ങനെ നോക്കാനൊന്നും സമയമില്ല. ആ ഒരു കണ്ട ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, പറയാണ്ട് വയ്യ. അത്ര ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഈ 3 എണ്ണം അങ്ങനെ ഇടുന്ന നേരം സോസിൽ മുക്കി ചിക്കൻ മുക്കി അങ്ങനെ സെപ്പറേറ്റ് കഴിച്ചാൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇതിങ്ങനെ തന്നെ കഴിക്കണം. എന്തായാലും ട്രൈ ചെയ്യണം നിങ്ങൾ. എന്നാലാണ് ആ ഒരു സ്വാദ് നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഒരാൾ പറയണേക്കാളും കൂടുതൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ. ഞാനിതിപ്പോൾ ഒരാഴ്ചയായി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കണ്ട് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്നപ്പോൾ അറിയാലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാതും ചെയ്തു വരുമ്പോൾ പിന്നെ മടിയാവും. പിന്നെ പണികൾ കഴിഞ്ഞ് വരുമ്പോൾ നേരം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കുകയാണ് സമയമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാം. കാരണം അത്ര നേരം നമ്മളിങ്ങനെ ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. അടിപൊളി. അപ്പോൾ ഞാൻ അവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മൾ ഹോട്ടൽ റൂം പോലെ അറേഞ്ച് ചെയ്തു. ഡിം ലൈറ്റാക്കി ഞങ്ങൾക്ക് 3 പേർക്കും, കുട്ടികളെ 3 പേരെ ഇരുത്തി ഞാനും സെയിനും കൂടി ഒരുമിച്ച് നിന്നു. അപ്പോൾ സെയിനാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, വേണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.